കേരളത്തിൽ എവിടെയും ഇത് ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരും. ഓക്കെ, നമ്മളിവരുടെ ഒരു യൂണിറ്റ്, നിർമ്മാണ യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ്. ഓരോ ബാരലുകളായിട്ട് തുറന്നു കണ്ടു കഴിഞ്ഞാൽ ഇതേ ഈ ബാരലിനകത്തിരിക്കുന്ന സാധനമാണ്. ഇത് എന്നാ ബ്രോ? ഇത് കടൽ പാസിംഗ് ബ്രോ. ഇത് എന്നാ ബ്രോ? ഇത് പഞ്ചഗവ്യ ബ്രോ. ഈ ജാറുകളിൽ കാണുന്ന എന്താണെന്നറിയോ? പലതരത്തിലുള്ള മീൻ വേസ്റ്റാണ്. നമ്മുടെ ഹാർബറിൽ പോലും കാണില്ല ഇത്ര മണം. എൻ്റെ അമ്മച്ചി, എന്തൊരു സ്മെല്ല്! ഇങ്ങനെ മീൻ വേസ്റ്റുകൾ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീലറാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. നിങ്ങൾക്ക് കർഷകർക്ക് വേണമെങ്കിൽ ഡീലറാവാം. ഇനി നിങ്ങളൊരു NGO FPO കമ്പനിയൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ വിൽക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീലർഷിപ്പ് എടുക്കാൻ കഴിയും. നമ്മുടെ എല്ലാ കർഷക സുഹൃത്തുക്കളും ഉറപ്പായും കാണേണ്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറച്ചധികം പ്രോഡക്ട്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ കമ്പനിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. സേലത്തുള്ള കനിഷ്ക എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ 1967 മുതൽ നിർമ്മിച്ചു വരുന്ന ഒരു കമ്പനിയാണ്. 3 തലമുറ പിന്നിട്ട് ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ഒരാളാണ് ആ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിവരുടെ ഒരു യൂണിറ്റ്, നിർമ്മാണ യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ്. കുറേ സംഗതികളൊക്കെ ഉണ്ട്, കുറേ ജാറുകളുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബ്രോ ഉണ്ട്, ബ്രോയോട് ചോദിക്കാം. ഹായ് ബ്രോ. உங்கள் பேர் என்ன? நிர்மல். ஓகே நிர்மல், எப்படி இருக்கு? நல்லா இருக்கியா? நல்லா இருக்கேன் ப்ரோ. ஓகே, இது என்ன நிர்மல் இந்த ஜார்ல எல்லாம் இருக்கு? ஆர்கானிக் முறையில் நம்ம இயற்கை உரங்கள் தயார் பண்ணிட்டு இருக்கோம். அதில் பார்த்தீங்கன்னா பஞ்சகவ்யா, மீன் அமிலம், பூச்சி விரட்டி, அப்புறம் கடல் பாசி உரம், கியூமிக்கு, அமினோ, EM சொல்யூஷன் சொல்லிட்டு ஒரு 7 ப்ராடக்ட் முக்கியமானதாக சேல் பண்ணிட்டு. പൂച്ചി വിരട്ടി എന്ന് പറഞ്ഞാൽ കീടങ്ങളെ വിരട്ടി ഓടിക്കുന്നത് സത്യമാണ്. കീടങ്ങളെ കൊന്നൊടുക്കുന്നതിനേക്കാൾ അവയെ ചെടികളിൽ നിന്ന് അകറ്റി നിർത്താനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വിവിധ ചേരുവകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒന്നിലധികം കീടങ്ങളെ ഒരേ സമയം നിയന്ത്രിക്കുവാൻ സാധിക്കും. ഈ ലായനി തളിച്ച ഇലകൾക്ക് കടുത്ത കയ്പും കാന്താരിയും ഇഞ്ചിയും ഉള്ളത് കൊണ്ട് കടുത്ത എരിവും ഉണ്ടാവും. ഇത് കാരണം കീടങ്ങൾക്ക് ഇലകൾ കടിച്ചു തിന്നാനോ അതിൽ വന്നിരിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇലപ്പൻ, തണ്ടുതുരപ്പൻ തുടങ്ങി ഇലയും തണ്ടുകളും കായകളുമൊക്കെ ഊറ്റി കുടിക്കുന്ന കീടങ്ങളൊക്കെ എല്ലാ ചെടികളിൽ നിന്നും അകന്നു നിൽക്കും. ഇത് മാത്രമല്ല, കീടങ്ങൾ ഇലകളുടെ അടിയിലിട്ടിരിക്കുന്ന മുട്ടകളെയും ചെറു ലാർവകളെയും നശിപ്പിക്കുവാൻ ഇതിൻ്റെ രൂക്ഷമായ ഗന്ധത്തിനും എരിവിനും സാധിക്കുന്നുണ്ട്. ഇതുവഴി കീടങ്ങളുടെ വംശവർദ്ധനവ് തുടക്കത്തിലെ തടയുകയും ചെയ്യാം. നമ്മൾ സാധാരണ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ മണ്ണിലെ പല ഉപകാരികളായും കീടങ്ങളും ബാക്ടീരിയകളും ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും പ്രകൃതിദത്തമായതിനാൽ മണ്ണും മനുഷ്യനുമൊക്കെ സുരക്ഷിതരുമായിരിക്കും. വിളവെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഇത് ധൈര്യമായി തളിക്കുകയും ചെയ്യാം. ഓരോ വിളകളെയും ഇതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ആദ്യം ഏലത്തെക്കുറിച്ച് പറയാം. ഏല കർഷകരിൽ നല്ലൊരു ശതമാനം ആളുകളും നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഏലക്കായകളിൽ ഉണ്ടാകുന്ന ത്രിപ്സ്. അതുകൊണ്ട് തന്നെ പെസ്റ്റിസൈഡ്സും ഫംഗിസൈഡ്സും ഏറ്റവും അധികം ഈ ഒരു മേഖലയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അവിടെയാണ് ഈ മരുന്നിൻ്റെ പ്രസക്തി. ഏലക്കായകളെ ആക്രമിക്കുന്ന എല്ലാ കീടങ്ങളെയും ഇവ അകറ്റി നിർത്തുകയും കായ്കൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. ഇനി കുരുമുളക് വള്ളികളിലെ പൊള്ളുവണ്ടാക്രമണം തടയാനും ഇലപ്പേനുകളെ അകറ്റാനും ഒക്കെ ഇത് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ജാതിയിലെ ഇളം തണ്ടുകളെയും ഇലകളെയും ഒക്കെ ബാധിക്കുന്ന ശൽക്ക കീടങ്ങളെയും മില്ലി ബഗുകളെയും തുരത്തുവാനും ഇത് സഹായിക്കാറുണ്ട്. ഇത് എന്നാ ബ്രോ? ഇത് കടൽ പാസിംഗ് ബ്രോ. കടലിൽ വളരുന്ന സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അത്ഭുതകരമായ ഒരു പ്രകൃതിദത്ത വളമാണ് സീവിഡ്. സാധാരണ കരയിലെ ചെടികളിൽ കാണാത്ത അത്രയും വിപുലമായ പോഷക ശേഖരം കടൽ പായലുകളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നവരുടെ ഒരു പ്രധാന ആയുധമാണ് ഇത്. കടൽ പായലുകൾ കടലിലെ ലവണങ്ങളിൽ നിന്നും വെള്ളത്തിൽ നിന്നും നിരന്തരം പോഷകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. ഇതിൽ ചെടികൾക്ക് ആവശ്യമായ 60-ലധികം ലഘുമൂലകങ്ങളും വിറ്റാമിനുകളും അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുമുണ്ട്. സീവീഡിൽ ഓക്സിനുകൾ, സൈറ്റോകീനുകൾ, ജിബറലിനുകൾ എന്നു തുടങ്ങി നിരവധി ഹോർമോണുകളും അടങ്ങിയിട്ടുണ്ട്. ഇവ ചെടികളുടെ വേരുകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാനും കോശങ്ങൾ വേഗത്തിൽ വിഭജിച്ച് പുതിയ ശാഖകൾ ഉണ്ടാകുവാനും സഹായിക്കുന്നുമുണ്ട്. കടുത്ത വേനൽ, അമിതമായ മഞ്ഞ്, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ചെടികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി നടുമ്പോഴുള്ള വാട്ടം എന്നിവയൊക്കെ പ്രതിരോധിക്കാൻ സീവിഡ് ചെടികളെ പ്രാപ്തമാക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്ന അൽജിനേറ്റുകൾ മണ്ണിലെ തരികളെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുവാൻ സഹായിക്കുന്നു. ഇത് മണ്ണിൽ ഈർപ്പം നിലനിർത്തുവാനും വായു സഞ്ചാരം കൂട്ടാനും സഹായിക്കും. മണ്ണിലെ ഉപകാരികളായ ബാക്ടീരിയകൾക്കും പൂപ്പലുകൾക്കുമുള്ള മികച്ച ആഹാരം കൂടിയാണ് സീവിഡ്. അതുകൊണ്ട് തന്നെ ഇത് മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മണ്ണ് എപ്പോഴും ബലഭൂഷ്ടമായി നിലനിർത്തുന്നുമുണ്ട്. മണ്ണിലുള്ള മറ്റു വളങ്ങളിൽ നിന്ന് പോഷകങ്ങളെ ചെടികൾക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കുവാനും സീവിഡ് സഹായിക്കുന്നു. ഏലച്ചെടികൾക്കാണ് ഇവ നൽകുന്നതെങ്കിൽ ഏലക്കായുടെ വലുപ്പവും എണ്ണവും കൂട്ടുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ഹോർമോണാണിത്. മാത്രമല്ല, ഏലക്കായ്ക്ക് നല്ല പച്ച നിറം നൽകുവാനും കായ്കൾക്കുള്ളിൽ നല്ല മണമുള്ള വിത്തുകൾ നിറയുവാനും ഇത് സഹായിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് ഇവ ഏലച്ചെടികളുടെ ചുവട്ടിലിട്ട് നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ വേനലിനെ പ്രതിരോധിക്കുവാനും ഇവ സഹായിക്കുന്നു. കുരുമുളക് വള്ളികളുടെ വേരുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും തിരികൾ കൊഴിയാതിരിക്കാനുമുള്ള ഒരു പ്രധാന വളമാണ് സീവിഡ്. മാത്രമല്ല, കുരുമുളക് മണികൾ ഒരേ വലിപ്പത്തിൽ ഇടവേളകളില്ലാതെ നന്നായി നിറഞ്ഞ് പാകമാകാനും മണികൾക്ക് നല്ല ഭാരം ലഭിക്കുവാനും ഈ ഹോർമോൺ സഹായിക്കുന്നുണ്ട്.
ജാതിക്കായുടെ പുറന്തോട് പൊട്ടുന്നത് തടയാൻ പല കർഷകരും സീവിഡ് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതിൽ ധാരാളം മൈക്രോ ന്യൂട്രിയന്റുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ജാതിപത്രിക്ക് നല്ല കടും ചുവപ്പ് നിറവും കട്ടിയുള്ള ഘടനയും ലഭിക്കുവാനും ഇതിലെ പൊട്ടാസ്യവും മറ്റ് ലവണങ്ങളും ഒക്കെ സഹായിക്കുന്നു. ഇത് തന്നെ ബ്രോ, ഇത് പഞ്ചഗവ്യ ബ്രോ. നമ്മുടെ നല്ലൊരു ശതമാനം കർഷകരും എല്ലാ വിളകൾക്കും നൽകുന്ന ഒന്നാണ് പഞ്ചഗവ്യം. ഇതിൽ ചെടികൾക്ക് ആവശ്യമുള്ള പ്രധാന മൂലകങ്ങൾ എന്ന് വെച്ചാൽ സാക്ഷാൽ NPK, ഹോർമോണുകൾ, ഒപ്പം കോടിക്കണക്കിന് ഉപകാരികളായ സൂക്ഷ്മാണുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വേരുകൾക്ക് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനും കൂടുതൽ വേരുകൾ പൊട്ടാനുമൊക്കെ ഇവ സഹായിക്കുന്നുണ്ട്. ഇലകൾക്ക് നല്ല കട്ടിയും വലുപ്പവും നൽകുന്ന പഞ്ചഗവ്യം ചെടികളെ കൂടുതൽ ആഹാരം ഉൽപ്പാദിപ്പിക്കുവാനും സഹായിക്കുന്നുണ്ട്. വിളകളുടെ സ്വാദ്, മണം, സൂക്ഷിപ്പുകാലം ഒക്കെ ഇവ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. മാത്രമല്ല മണ്ണിലെ വായു സഞ്ചാരവും ജലസംഭരണ ശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നു. ഹാനികരമായ പൂപ്പലുകളെയും ബാക്ടീരിയകളെയും ഒക്കെ ഇത് നശിപ്പിക്കുകയും ചെയ്യും. തെങ്ങിൻ്റെ ചുവട്ടിലാണ് പഞ്ചഗവ്യം കൃത്യമായി ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ മണ്ടരി അടക്കമുള്ള രോഗങ്ങൾ കുറയുകയും മട്ടലുകൾക്ക് നല്ല കരുത്ത് ലഭിക്കുകയും ചെയ്യുന്നു. പൊഴിച്ചിൽ കുറഞ്ഞ് കൂടുതൽ തേങ്ങ ലഭിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഏലത്തെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ അഴുകൽ രോഗം, മൊസൈക്ക് രോഗം എന്നിവയ്ക്കൊക്കെ എതിരെയുള്ള മികച്ച പ്രതിരോധ മരുന്നാണ് പഞ്ചഗവ്യം. കുരുമുളക് കൃഷിയിലെ തന്നെ വില്ലനായ ദുരിതവാട്ടത്തെ തടയുവാൻ ഈ മരുന്നിന് സാധിക്കുന്നുണ്ട്. കാലവർഷം തുടങ്ങുന്നതിന് മുൻപും പിൻപും 3% വീര്യമുള്ള പഞ്ചഗവ്യം തെളിച്ചു കൊടുക്കുന്നത് വള്ളികളുടെ ആയുസ് കൂട്ടുകയും ചെയ്യും. ജാതിക്കയുടെയും ജാതിപത്രിയുടെയും വലിപ്പം കൂട്ടാൻ പഞ്ചഗവ്യം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് സഹായിക്കുന്നുണ്ട്. ജാതിയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗം, കായ്ചീയൽ എന്നിവയ്ക്കെതിരെ പ്രകൃതിദത്ത സംരക്ഷണം നൽകുവാനും പഞ്ചഗവ്യത്തിന് സാധിക്കുന്നുണ്ട്. ഇത് എത്ര ലിറ്റർ 10,000 ലിറ്റർ സ്റ്റோரேஜ் ப்ரோ. 10,000 ரூபா? 10,000. இது என்ன ப்ரோ இந்த ஒயிட் டேங்க்ல இருக்குது? ப்ரோ இது வந்து பார்த்தீங்கன்னா EM சொல்யூஷன் சொல்லிட்டு. ஓ EMஆ? EM சொல்யூஷன் ப்ரோ. ஆ ஆ ஆ. 2000 லிட்டர் டேங்க்ல ஸ்டோரேஜ் இது. இப்போ வந்து பார்த்தீங்கன்னா இங்கே வந்து ப்ரொடக்ஷனில் பார்த்தீங்கன்னா பஞ்சகாவியம், பூச்சி விரட்டி, EM, ஹியூமிக், அமினோ இதெல்லாம் பார்த்தோம். அடுத்து பார்த்தீங்கன்னா மீன் அமில் வந்து இங்கே ஸ்டோரேஜ் மட்டும் தான் பண்ணுறோம். ஆனால் ப்ராசஸிங் வந்து நம்ம இன்னொரு ஸ்டோரேஜ் பண்ணுறோம். அதை പോയി பார்க்க പോகிறோം. ഇവരുടെ ഒരു രണ്ടാമത്തെ നിർമ്മാണ യൂണിറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടെ ഫിഷ് അമിനോ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ആ കാണുന്ന ജാറുകളിൽ, ബാരലുകളിൽ മുഴുവൻ ഫിഷ് അമിനോയാണ്. ഒരു ഇന്ന ഏരിയയിൽ ഇങ്ങനെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അതാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ ചെടികളുടെയും വളർച്ചയ്ക്കും മികച്ച വിളവിനും പ്രകൃതിദത്തമായി നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു ഓർഗാനിക് ടോണിക്കാണ് ഫിഷ് അമിനോ ആസിഡ്. ഇതിൽ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്ന നൈട്രജനും അമിനോ ആസിഡുകളും സമൃദ്ധമായി അടങ്ങിയിട്ടുമുണ്ട്. ചെടികളുടെ കോശവളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഇലകളും തണ്ടുകളും വേഗത്തിൽ വളരുന്നു. ഇലകൾക്ക് നല്ല പച്ചപ്പും വലിപ്പവും ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഫിഷ് അമിനോ ആസിഡ് സഹായിക്കുന്നുണ്ട്. കീടങ്ങളുടെയും ഫംഗസ് ബാധകളുടെയും ആക്രമണം ഒരു പരിധിവരെ തടയുവാനും ഇവ സഹായിക്കുന്നു. മണ്ണിൽ ഒഴിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും മണ്ണ് കൂടുതൽ ബലഭൂഷ്ടമാവുകയും ചെയ്യും. ചെടികളിലെ ഹോർമോൺ ഉൽപ്പാദനം കൃത്യമാക്കുന്നതിലൂടെ പൂക്കൾ കൊഴിയുന്നത് കുറയുകയും കൂടുതൽ കായകൾ പിടിക്കുവാൻ സഹായിക്കുന്നതിനും ഫിഷ് അമിനോ ആസിഡ് നൽകാറുണ്ട്. പഴവർഗ്ഗങ്ങൾക്കാണ് ഇവ നൽകുന്നതെങ്കിൽ നല്ല സ്വാദും മധുരവും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല നല്ല ആകൃതിയും കട്ടിയുള്ള തൊലിയും ലഭിക്കുന്നതിനും പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കുന്നതിനും ഫിഷ് അമിനോ ആസിഡ് ഒരു പ്രധാന ഘടകമാണ്. പപ്പായ, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയിൽ തുടർച്ചയായി കായ്ഫലം ഉണ്ടാകുവാനും ഇത് സഹായിക്കുന്നു. ഏലത്തിന് പുതുതായി ചിമ്പുണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു തകർപ്പൻ മരുന്നാണിത്. മാത്രമല്ല ഇലകൾക്ക് നല്ല വീതിയും കടും പച്ചപ്പും നൽകും. പിന്നെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കുരുമുളക് ചെടികൾക്ക് മഴക്കാലത്തിന് തൊട്ടു മുൻപ് നൽകുകയാണെങ്കിൽ വള്ളികൾക്ക് നല്ല കരുത്ത് നൽകുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. പുതിയ തളിരിലകളും കൂടുതൽ പാർശ്വശാഖകളും ഉണ്ടാകുവാനും ഇത് ഉത്തമവുമാണ്. ചെറിയ ജാതി തൈകൾ നട്ടതിന് ശേഷം വേഗത്തിൽ വളർന്നു കിട്ടാൻ ഫിഷ് അമിനോ ആസിഡ് വളരെയധികം സഹായിക്കുന്നുണ്ട്. വലിയ മരങ്ങളിൽ പുതിയ ഇലകൾ വരാനും കമ്പുണക്കം പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയുവാനും ഇത് സഹായിക്കുന്നുണ്ട്. കനിഷ്ക ഓർഗാനിക്സിൻ്റെ ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇവരുടെ ഒരു ലാബാണ്. ഇവിടെയാണ് ഈ വാം ഇവരിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളും വാമിൻ്റെ ഉപയോഗങ്ങളും വാം എങ്ങനെയാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് നമ്മളോട് പറയാൻ. ഒരു മാഡമുണ്ട്, മാഡത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ് മാം. ஹாய். ஹவ் ஆர் யூ? யா ஃபைன். நீங்கள் என்ன பண்ணிட்டு இருக்கீங்க இங்கே? இங்கே டிஷ்யூ கல்ச்சர் மெத்தடில் வேம் அப்படின்ற ப்ராடக்ட் ரெடி பண்ணிகிட்ருக்கோங்க சார். ஓகே ஓகே. வாம் எல்லாருக்கும் தெரியும் என்னென்னா, என்னால் அதை எப்படி பண்ணுறது அதை சொல்லுங்கள். வேம் அப்படின்றது பார்த்தீங்கன்னா நாங்கள் பவுடர் ஃபார்மேஷன்லேயும் கொடுக்குறோம், ப்ளஸ் லிக்விட் ஃபார்மேஷன்லேயும் கொடுக்குறோம். நீங்கள் பார்த்தீங்கன்னா எங்களோட ஆஃபீஸில் வந்து பார்த்தீங்கன்னா உங்களுக்கு கைட்லைன்ஸ் கொடுப்பாங்க சேல்ஸ் டீமு. அவங்க கைட்லைன்ஸை நீங்கள் ஃபாலோ பண்ணீங்க அப்படின்னா நல்ல ஈல்டு எடுக்க முடியும். சரி சரி. அதுக்காக இது பாட்டில் எல்லாம் இதுக்காக வச்சுருக்கு. இந்த பாட்டிலில் தான் நாங்கள் வந்து டிஷ்யூ கல்ச்சர் மெத்தடில் வந்து வேமை ரெடி பண்ணுறோங்க சார். இதுதான் வந்து பார்த்தீங்கன்னா மீடியான்னு சொல்லுவாங்க. இந்த மீடியா எதுக்காக அப்படின்னு பார்த்தீங்கன்னா அந்த ரூட்டில் வந்து நாங்கள் மைக்ரோரைஸான்ற ஃபங்கை வந்து வளர்க்குறோம். அந்த மைக்ரோரைஸா வளர்கிறதுக்கு தேவையான நியூட்ரியன் கண்டென்ட் வந்து இந்த மீடியாவிலேருந்து தான் எடுத்துக்குது. இந்த வாம் மெயின்லி பிளான்ட்டோட எதுக்காக ஹெல்ப் பண்ணுறது? பிளான்ட்டோட ரூட்டை வந்து என்லார்ஜ் பண்ணுறதுக்கு ஹெல்ப் பண்ணுது. ப்ளஸ் சாயிலில் இருக்கக்கூடிய நியூட்ரியன் கண்டென்ட் எல்லாத்தையும் அப்சர்வ் பண்ணி பிளான்ட்டுக்கு கொடுத்து நல்ல ஒரு ஈல்டை கொடுக்குதுங்க.
ஓகே, எதுக்காக இந்த மாதிரி ஒரு ஃபெசிலிட்டியில் ஒரு லாப் வச்சுருக்கணும் இது வாம் பண்ணுறதுக்கு மட்டும்? நார்மலாக பார்த்தீங்கன்னா இப்போ எல்லாருமே கெமிக்கல் ஃபர்டிலைசரை யூஸ் பண்ண ஆரம்பிச்சிட்டாங்க. அந்த மாதிரி கெமிக்கல் ஃபர்டிலைசர் யூஸ் பண்ணுறதுனால சாயிலோட குவாலிட்டி மாறிடும். இது வந்து பயோ ஃபர்டிலைசர், உயிரி உரம்னு சொல்லுவாங்க. இதை வந்து பார்த்திங்கன்னா நீங்கள் யூஸ் பண்ணக்குள்ள உங்களுக்கு இந்த வேமோட நேச்சர் வந்து சாயிலையே மாற்றி கொடுக்கும். நேச்சுரலான ஒரு கண்டென்ட்டில் இருக்கும் சாயில், அந்த கெமிக்கல் நேச்சருக்கு போகாது. நேச்சுரலாக எப்போவுமே ஒரு சாயில் அப்படின்னு பார்த்தீங்கன்னா ஃபர்டிலைசேஷன் அதில் இருந்துகிட்டே இருக்கும். ஸோ இந்த வேமை நீங்கள் யூஸ் பண்ணக்குள்ள உங்களுக்கு தேவையான சாயில் இருக்கக்கூடிய கண்டென்ட்டை அப்சர்வ் பண்ணி பிளான்ட்டுக்கு கொடுக்கும். இது நம்ம கனிஷ்கா ஆர்கானிக்கோட ஃபைனல் ப்ராடக்ட் வேம் பவுடர்னு சொல்லுவோம். இந்த பவுடரை தான் நீங்கள் வந்து எல்லா பிளான்ட்டுக்கும் யூஸ் பண்ணிகிட்ருக்கீங்க. இந்த பவுடர் பார்த்திங்கன்னா நம்ம சாயிலோட குவாலிட்டியும் அப்படியே வச்சுருக்கோம். പ്ലാന്റ്ക്ക് தேவையான എല്ലാ ന്യൂട്രിയൻറ്റ് കണ്ടന്റിയും സോയിൽ வந்து അബ്സോർബ് பண்ணி കൊടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇവരുടെ ഒരു നിർമ്മാണ യൂണിറ്റ് അതുപോലെ ലാഭമൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ആ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞെങ്കിലും ആ ബൈ പ്രോഡക്ട്സ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സേലം ആത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോപ്പ് ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ 1967 മുതൽ ഈ ഒരു ഫീൽഡിൽ ഇവർ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഇവർ ഈ ഒരു പ്രോഡക്റ്റ് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലും ആ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. നമുക്ക് നേരെ ஷோப்பினுள்ளிலேயே போக கேட்டோம். மீனுடைய கழிவுலேருந்து தயாரிக்கக்கூடியது. இது 48 நாள் வந்து பார்த்தீங்கன்னா ஊறல் போட்டுருவோம். 48லேருந்து 60 நாள் வரைக்கும் இது வந்து ஃபெர்மெண்டேஷன் பண்ணி இது நம்ம வந்து பயன்பாட்டு கொண்டு வருவோம். இது பயிர்களுக்கு தேவையான நைட்ரஜன் கண்டென்ட் அதிகமாக கொடுக்கும். எப்படி நம்ம செயற்கையில் யூரியாவை வந்து எல்லா பயிருக்கும் வளர்ச்சிக்கு பயன்படுத்துகிறோமோ അതുപോലെ மீன் നമ്മളെ வந்து ഇയർക്കയിൽ நம்ம എല്ലാ പയർക്കുമേ. നമ്മളിപ്പോൾ കണ്ട ഫിഷ് അമിനോ ആസിഡിൻ്റെ ഒരു ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഏറ്റവും നല്ല ഗ്രോത്ത് ഉണ്ടാക്കുക, ചെടികൾക്ക് നല്ല പച്ചപ്പ് നൽകുക, ചെടികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. അതാണ് ഇതിന് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഉപയോഗം എന്നുള്ളത്. ഇത് കൊടുക്കാനുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെടികൾ ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ തന്നെ കലക്കി ഇത് ചെടികളുടെ ചുവട്ടിലെത്തിക്കാം. അതല്ല ഇനി ഇത് കലക്കി വിറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ട്രെഞ്ചിങ് വേണമെങ്കിലും ഇത് ചെയ്തു കൊടുക്കാം. ആ 3 മെത്തേഡിൽ നമുക്ക് ഇതിനെ ചെയ്യാം. இது பார்த்திங்கன்னா பஞ்சகாவியா. இதுவும் பார்த்திங்கன்னா நம்ம நாட்டு மாட்டு கோமியத்திலிருந்து நாட்டு மாட்டு பால், தயிர், வெண்ணெய், பால் காய வச்சு தான் நம்ம இதை வந்து உற்பத்தி பண்ணுறோம். இது வந்து பார்த்திங்கன்னா பயிர்களுக்கு தேவையான இந்த பாக்டீரியா, பூஞ்சை, வைரஸ் தாக்குதலிருந்து കട്ടുപടുത്തുവதற்கு ഇത് നമുക്ക് பயன்படுது. ഈ കാണുന്ന പൂച്ചി വരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട പുകയില കഷായത്തിൻ്റെ ഒരു ഇതാണ്. അതിനകത്ത് പുകയില മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങൾ. இதுக்குள்ள என்னெல்லாம் ஆட் பண்ணுறது? சரி, இதில் வந்து ஒரு 20 வகையான இலை தலைகளை நியரஸ்ட், அதாவது நம்ம எங்கே உற்பத்தி பண்ணுறோமோ அது பக்கத்தில் இருக்கக்கூடிய அதிகமாக கிடைக்கக்கூடிய இலை தலைகளை வந்து நம்ம ஊறல் போட்டுடுறோம். அதாவது நாட்டு மாட்டு கோமியத்தில் ஊறல் போட்டுடுறோம். அது ஊறல் ஆகி 48 நாள் அது ஊறல் போனோன்னா அந்த எசன்ஸ் எல்லாம் வந்து பார்த்திங்கன்னா அந்த கோமியத்தில் இறங்கிடும். அதுக்கப்புறம் நம்ம வந்து புகையிலை காம்பு, இஞ்சி, பூண்டு, பச்சை மிளகா இதெல்லாம் வந்து பார்த்திங்கன்னா ரைஸ் பண்ணி நல்லா கொதிக்க விட்டோம்னா அந்த அதில் இருக்கிற எசன்ஸ் ஃபுல்லாக அந்த பூச்சி விரட்டியில் இறங்கிடும். அந்த பூச்சி விரட்டியில் இறங்கும் போது அது வந்து உங்களுக்கு வந்து பார்த்திங்கன்னா ஆரம்ப ஸ்டேஜில் நல்ல ஒரு பூச்சி விரட்டி நிவர்த்தியாக இருக்கும். அதாவது ஆரம்ப ஸ்டேஜில் ஒரு புழு இருக்குது, இல்லை பூச்சி இருக்குது, ஏதாவது ஒரு இது இருந்ததுன்னா ஆரம்ப ஸ்டேஜில் இது நல்ல ஒரு கண்ட்ரோல் கொடுக்கும். ഇത് മുற்றிലും ഇയറിക്കിലിരുന്നേ கிடைக்கக்கூடிய ഒരു. നമ്മൾ കുട്ടികൾക്ക് ഹോമിയോ മരുന്ന് കൊടുക്കുന്ന ഒരു കാര്യം പറയില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചെടികളുടെ ശൈശവ അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്കിത് ആരംഭിച്ച് നൽകണം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കീടങ്ങളും ചെടികളെ ഇത് ആക്രമിക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് இது வந்து பார்த்தீங்கன்னா கடல் பாசின்னு சொல்லுவாங்க. கடல் பாசி. கடல்ல கிடைக்கக்கூடிய அந்த பாசிகளை எடுத்து வந்து பார்த்தீங்கன்னா நம்ம பவுடர் பேஸில் கொண்டு வந்துடும். நமக்கு வந்து பார்த்தீங்கன்னா ஆரோ வாட்டரில் வந்து இதை நம்ம மிக்ஸ் பண்ணி அதுக்கு வந்து பார்த்தீங்கன்னா ஆட்டோ கிளாக், ரொட்டீன் கிளாக்னு சொல்லிட்டு அந்த முறையில் வந்து நம்ம இதை வந்து பார்த்தீங்கன்னா உற்பத்தி பண்ணி இது நம்ம பயன்பாட்டு கொண்டு வரோம். இதனுடைய பயன் என்னன்னா அதிகமாக பார்த்தீங்கன்னா மீன் அமில என்ன வேலை செய்யுதோ அதே போல் இது வந்து பார்த்திங்கன்னா இந்த வேலை இதுவும் செய்யும். നൈട്രജൻ കണ്ടന്റ് அதிகமாக இருக்குது. ഇതിനുடைய വേല என்னன்னா കായ്പു തിരണി, പൂ പൂക്കും തിരണി അധികപ്പെടുത്തുന്നത് അതിനുடைய വേലയെ. ഈ പ്രോഡക്റ്റ് ശരിക്കും നമ്മൾ അറിയേണ്ട, നമ്മൾ പരിചയപ്പെടേണ്ട, നമ്മൾ വാങ്ങേണ്ട ഒരു പ്രോഡക്റ്റാണ്. പല ക്രോപ്പുകൾക്കും വലിയ ഉപകാരപ്രദമാകുന്ന ഒരു ഇതാണ്. ഇതൊന്ന് കടൽ പായൽ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതും പ്രത്യേകമായിട്ട് നൈട്രജൻ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ചെടികൾക്ക് നൽകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അതിനപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് പുഷ്പിക്കാനും കായ്ക്കാനുമുള്ള ടെൻഡൻസി അധികമായിട്ട് നൽകുന്ന ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഏലകൃഷിക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണ്. ஒரு ஏக்கரில் உற்பத்தினம் அதிகமாகிட்டு வருது. ஹனிமூன் சொல்லுவாங்க, அதாவது ஹியூமிக் ஆசிட்னு சொல்லுவாங்க. ஹியூமிக் ஆசிட், எஸ் சார். ஹியூமிக் ஆசிட்டோடைய வேலை என்னன்னா அதே சேம் தான் சார். ஹியூமிக் அப்படிங்கிற ஒரு பவுடர்லேருந்து நம்ம ஆட்டோ கிளாக், ரொட்டீன் கிளாக்ல வந்து நம்ம அதே பவுடரை வந்து
வாட்டரில் நம்ம மிக்ஸ் பண்ணி அந்த கிளாக்கில் நம்ம உற்பத்தி பண்ணுறோம். இதனுடைய வேலை என்னென்னா மண்ணுக்கு கீழே சாயிலுக்கு கீழே விளையக்கூடிய அத்துணை பொருளும், அதாவது விவசாயத்துக்கு தேவையான அத்தனை பயிரையும் வந்து பார்த்திங்கன்னா நல்ல ஈல்டு கொடுக்கறதுக்காக நம்ம பயன்படுத்துகிறோம் சார். இது மண்ணுக்கு கீழே விளையக்கூடிய பொருளுக்கு மட்டும் இது வந்து நம்ம ஹியூமிக் கொடுக்குறோம். இதுவே பார்த்தீங்கன்னா மண்ணுக்கு மேலே அப்படிங்கும்போது நமக்கு அமினோ ஆசிட்னு சொல்லி நம்ம பண்ணி கொடுக்குறோம் சார். அமினோ ஆசிட் இது மண்ணுக்கு மேலே. இது வந்து பார்த்தீங்கன்னா என்ன மண்ணுக்கு கீழே ஹியூமிக் அமினோ ஆசிட் செய்தோ அது மண்ணுக்கு மேலே அப்படியே செய்கிறது தான் அமினோ ஆசிட். ஆமாம் சார். இதுவும் உங்களுக்கு ஏக்கருக்கு 3 to 5 லிட்டர் வரைக்கும் கொடுக்கலாங்க சார். ஏக்கருக்கு 3 to 5 3 to 5 லிட்டர் வரைக்கும். இது கடல் பாசி நமக்கு எவ்வளவு? சேம் சார், சேம் எல்லா லிக்விட் ப்ராடக்ட்டுமே 3 to 5 லிட்டர். இது மினிமம் சார். இல்லை அங்கே வந்து டவுன் பயிரோடைய வளர்ச்சி கொஞ்சம் கம்மியாக இருக்குது அப்படின்னா நம்ம 5 லிட்டருக்கு மேலே 8 லிட்டர் வரைக்குமே கொடுக்கலாம். இது நம்ம ஏற்கனவே நம்ம சொன்ன மாதிரி ஒரு 1 வீக்லேருந்து 10 டேஸ்க்குள்ளே அந்த இடைப்பட்ட காலகட்டத்தில் நம்ம ரிப்பீட்டடாக அதை கொடுக்கலாம். இது வந்து நீம் ஆயில், இது வந்து அமினோ 3, இது நைட்ரஜன் கண்டென்ட்டுக்காக நம்ம கொடுக்குறது. இது என்பிகே கன்சார்டிகா, பாஸ்போ பாக்டீரியா, அசோஸ்பைரலம், சிலோமைசஸ், இது ரைசோபியம் சார், பேசிலஸ் துரிஞ்சஸ், பொட்டாஸ் பாக்டீரியா, கிலோபாக்டீரியா, வெட்டிசிலியம், பாரைசியம், எக்கோடர்மா, சூடோமோனஸ், அஸ்டோபாக்டர், பிவேரியா பேசியானா. இது வந்து பார்த்திங்கன்னா EM சொல்லுவாங்க. இது வந்து பார்த்திங்கன்னா எஃபெக்டிவ் மைக்ரானிசம் அப்படின்னு சொல்லிட்டு ஆங்கிலத்தில் சொல்லுவாங்க. இது வந்து பார்த்திங்கன்னா நமக்கு 20க்கு 20 அப்படிங்கிறது வந்து பார்த்திங்கன்னா நம்ம பர்சன்டேஜ் சொல்லுவோம். அதாவது நைட்ரஜன், பொட்டாஸு, பாஸ்பரஸ். இப்போ அந்த கண்டென்ட் வந்து இதில் கிடைக்கிது. இது எப்படி கிடைக்குதுன்னா பழம், அதாவது நியரஸ்ட் பகுதியில் நம்ம அலுவலகத்துக்கு அருகில் உள்ள பழக்கடைகளில் வந்து நம்ம அதை கலெக்ட் பண்ணி இது பல்வரைசிங்கில் அரைச்சி இது வந்து பார்த்திங்கன்னா நம்ம ஒரு ஸ்டோரேஜ் ஒரு 1 லட்சம் லிட்டர் வரைக்கும் நம்ம ஸ்டோரேஜ் பண்ணி நம்ம கொடுத்துட்ருக்குறோம். இது நம்மளுடைய நிறுவனத்தோடைய ஒரு ப்ரைம் ப்ராடக்டாக நம்ம பண்ணி கொடுத்துட்ருக்குறோம். இதில் வந்து உங்களுக்கு பார்த்திங்கன்னா மண்ணில் நாள்பட்டு மங்கி கிடக்கக்கூடிய மைக்ரோ நியூட்ரியன்ஸ் அப்சர்வ் பண்ணி பயிருக்கு தேவையான சத்துக்களை கொடுக்குறது. அதை நைட்ரஜன் கண்டென்ட் கம்மியாக இருக்குதா அங்கே நைட்ரஜனை ஃபில் பண்ணும். அதே போல் பாஸ்பரஸ் கம்மியாக இருக்குதா அந்த பாஸ்பரஸை இதை ஃபில் பண்ணும். அதே போல் பொட்டாஸை அந்த இடத்துல கம்மியாக இருக்கா அந்த மண்ணில் அந்த பயிருக்கு அது வந்து ஃபில் பண்ணி கொடுக்கும். இது வந்து உங்களுக்கு மண்ணுக்கு தேவையான அத்தனை சத்துக்களையும் இழுத்து அப்சர்வ் பண்ணி கொடுக்குற ஒரு மெயின் ப்ராடக்டாக நம்ம பண்ணி கொடுத்துட்ருக்குறோம். இது எங்கள்கிட்ட வந்து பார்த்திங்கன்னா நிறைய நம்ம வெளியில் பண்ணி கொடுத்துட்ருக்குறோம். நம்ம ஆந்திரா, கேரளா, தமிழ்நாடு ஃபுல்லாக நம்ம இதை வந்து பண்ணி கொடுத்துருக்குறோம். இது நல்ல ரிசல்ட் வரக்கூடிய ஒரு ப்ராடக்ட். இது வந்து பார்த்திங்கன்னா ஆர்கானிக் காம்ப்ளெக்ஸ், அதாவது பார்த்திங்கன்னா ஆர்கானிக் முறையில், அதாவது நம்ம செயற்கையில் சொன்னோம்னா 20க்கு 20 சொல்லி நம்ம சைபர் 13 பார்த்துருப்போம். அதே போல் இது வந்து பார்த்திங்கன்னா இயற்கையில் கிடைக்கக்கூடிய ஆர்கானிக் காம்ப்ளெக்ஸ். இதில் பார்த்திங்கன்னா சிட்டி கம்போஸ்ட், ராக் பாஸ்பேட், பயோ பொட்டாஸு, ஆயில் கேக்கு இதெல்லாம் நம்ம மிக்ஸ் பண்ணி கொடுக்குறோம். அது இல்லாமல் ஒரு 8 வகையான லிக்விட் ஃபார்ம் நான் பண்ணி கொடுத்துட்ருக்குறோம். அதாவது பார்த்திங்கன்னா ட்ரைகோடர்மா, ஹியூமிக், சீவீடு, அமினோ இதெல்லாம் நம்ம லிக்விட் பேஸில் நம்ம மிக்ஸ் பண்ணுறோம். இதனுடைய வேலை என்னென்னு பார்த்திங்கன்னா அடி உரமாக நம்ம கொடுக்கலாம், மேல் உரமாக கொடுக்கலாம். காய்ப்பு திறன், அதாவது பூக்கு திறன் இது மாதிரி அதிகரிக்கிறதுக்கு இது ஒரு முக்கிய பொருளாக நம்ம பயன்படுத்துகிறோம். ஒரு 16 வகையான நியூட்ரிஷன் சத்து கொண்ட ஒரு உரம் தான் இந்த ஆர்கானிக் காம்ப்ளெக்ஸ். இது வந்து பார்த்திங்கன்னா நம்ம வேம் சொல்லுவோம். அதாவது பார்த்திங்கன்னா விசிபாகுலர், அர்பாகுலர், மைக்ரோனிசா அப்படின்னு சொல்லுவாங்க. இது ஒரு சாயில் அப்ளிகேஷன். அதாவது பார்த்திங்கன்னா நம்ம செயற்கையில் டிஏபின்னு சொல்லுவோம் இல்லையா, டை அமோனியம் பாஸ்பேட், அதுக்கு மாற்று உரமாக நம்ம அடி உரமாக பயன்படுத்தக்கூடிய ஒரு உரம். இது வந்து பார்த்திங்கன்னா நம்ம ஆர்கானிக்கில் ஒரு மிகப்பெரிய அளவில் ஒரு பயன்படுத்தக்கூடியது. இது ஏக்கருக்கு வந்து 8 to 15 கிலோ, ஒரு ஏக்கருக்கு 8லிருந்து 15 கிலோ வந்து நம்ம பயன்படுத்தோம்னா நமக்கு அடியில் மண்ணில் மங்கி இருக்கக்கூடிய மண், அதாவது பயிருக்கு தேவையான அத்தனை சத்துக்களையும் இது அப்சர்வ் பண்ணி பயிருக்கு கொடுக்குறதா இதனுடைய வேலை. இது நம்ம பார்த்திங்கன்னா 10 kg 25 kgயில் நம்ம பண்ணி கொடுத்துட்ருக்குறோம். இது ஒரு முக்கியமான ஒரு இடுபொருளாக ஆர்கானிக்கில் நம்ம பயன்படுத்துகிறோம். ஆலி ஜெல் சொல்லுவோங்க சார். இது வந்து பார்த்திங்கன்னா கடல் பாசியோடைய ஜெல்லு, அதாவது கடல் பாசி நம்ம லிக்விட் பார்த்துருப்போம். இது வந்து ஜெல் டைப்பில் நம்ம கொடுக்குறது. இது வந்து பார்த்திங்கன்னா மைக்ரோ ஜெல்லும்பாங்க. இது மைக்ரோ ஜெல் என்னன்னா பயிருக்கு தேவையான அந்த நைட்ரஜன் கண்டென்ட் வந்து கொடுக்கறதுக்கு தான். நைட்ரஜன் கண்டென்ட் வந்து அதிகமாக கிடைக்கிறதுக்காக நம்ம இது மைக்ரோ ஜெல் டைப்பில் இது கொடுக்குறது. இது பார்த்திங்கன்னா கோகோனட் காம்போன்னு சொல்லுவாங்க. கோகோனட் காம்போங்கிறது என்னென்னு பார்த்திங்கன்னா கோகோனட் கோல்டு, கோகோனட் ரிச்சுன்னு சொல்லுவோம். இது வந்து பார்த்திங்கன்னா மரத்தில், அதாவது தென்னைக்கு வந்து தேவையான ஊட்டச்சத்து வந்து நிவர்த்தி பண்ணக்கூடிய ஒரு ப்ராடக்ட்டு. அதாவது பார்த்திங்கன்னா குறும்பை கொட்டுறது, மரத்தில் வந்து வேறு எதுவும் தாக்குதல் இல்லாமல் இருக்கிறதுக்காக இது நம்ம கொடுக்கக்கூடியது. இது வந்து பார்த்திங்கன்னா 10 லிட்ரு காம்போ வாங்கினோன்னா நம்ம 100 மரம் வரைக்கும் இதுக்கு நம்ம இதை கொடுத்துக்கலாம். ஒரு மரத்துக்கு வந்து 100 ml வந்து ஒவ்வொரு மரத்துக்கு இது நம்ம கலந்து, அதாவது தண்ணியில் கலந்து இதை நம்ம கொடுத்தோம்னா
நல்ல ஈல்டு கிடைக்கும். ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നല്ല കുറച്ച് പ്രോഡക്ട്സുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ അഗ്രികൾച്ചർ സെക്ടറിന് ഒരുപാട് മുതൽക്കൂട്ടാകുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ. നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏലകൃഷിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ കുരുമുളക് കൃഷിക്ക്, അതുപോലെ ജാതി കൃഷിക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ നല്ല കുറച്ച് പ്രോഡക്റ്റുകളാണ്. ഓർഗാനിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ വിളയെ സംരക്ഷിക്കാൻ കഴിയും. വിളയ്ക്ക് ലൈഫ് കൂടുതൽ കിട്ടും. അതിനൊപ്പം തന്നെ നിങ്ങൾ വിളവെടുക്കുന്ന ഏത് ക്രോപ്പാണെങ്കിലും അത് നിങ്ങൾക്ക് നല്ല വിലയിൽ വിറ്റഴിക്കാൻ കഴിയും. ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക, അവർ പറഞ്ഞു തരും. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീലർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീലർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. നിങ്ങൾക്ക് കർഷകർക്ക് വേണമെങ്കിൽ ഡീലർ ആവാം. വളരെ തുച്ഛമായൊരു തുക മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡീലർഷിപ്പ് എടുക്കാൻ കഴിയും. അതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു ഷോപ്പ് നടത്തുകയാണ്, അവിടെ ഈ പ്രോഡക്റ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങളുണ്ടാകും. കേരളത്തിൽ എവിടെയും നിങ്ങൾക്കിത് ഡെലിവറി ചെയ്ത് കിട്ടും. ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങളൊരു കർഷകനാണ്, കുറച്ച് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണ്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഇതിന് അഡീഷണൽ ഒരു ചാർജ് വരുമോ, ഡെലിവറി ചാർജ് വരുമോ, അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ എവിടെയും ഇത് ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇനി നിങ്ങളൊരു NGO FPO കമ്പനിയൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ വിൽക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീലർഷിപ്പ് എടുക്കാൻ കഴിയും. സേലത്ത് വന്നു കഴിഞ്ഞാൽ ആത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കമ്പനി ലൊക്കേറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ലാബുകൾ, ഇതൊക്കെ കണ്ട് ഇതിൻ്റെ വിശ്വാസ്യത നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യാം. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സേലത്ത് നിന്ന് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ജോബിൻ യാമാണി സൈനിങ് from Magarkoit. Okay, thank you very much.